നിയോനേറ്റൽ ചൈൽഡ് കെയർ എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് നവജാത ശിശുവിനെ പരിപാലിക്കുന്നതെങ്ങനെ, ഒരു പുതിയ മാതാവ് നേരിടുന്ന സാധാരണ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെ തടയാം. ഡോക്ടർ അഞ്ജലി അനിതയുടെ വീട്ടിൽ പ്രവേശിക്കുകയും നവജാത ശിശുവിനെക്കുറിച്ച് കണ്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അനിത തെറ്റായ രീതിയിൽ അവളുടെ കുഞ്ഞിനെ പിടിക്കുന്നത് ഡോക്ടർ അഞ്ജലി ശ്രദ്ധിക്കുന്നു. കുഞ്ഞിനെ ശ്രദ്ധിച്ച് എടുക്കുവാൻ അവർ അനിതയോട് പറയുന്നു. ഡോക്ടർ അഞ്ജലി കുഞ്ഞിന്റെ ശിരസ്സും തലയും മടിയിൽ എങ്ങനെ സംരക്ഷിക്കണം എന്ന് കാണിക്കുന്നു. കുഞ്ഞിനെ മുകളിലെടുക്കുമ്പോൾ, താഴേക്ക് കൊണ്ടുവരുമ്പോൾ കുഞ്ഞിനെ ഒരിക്കലും ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്യരുത് എന്ന് ഡോക്ടർ ഉപദേശിക്കുന്നു. അനിത ഡോക്ടറോട് പറയുന്നു. ഇതെല്ലാം അവൾക്ക് പുതിയതാണ്. നവജാത ശിശുവിനെ കൂടുതൽ നന്നായി പരിപാലിക്കുന്നതിനുള്ള ഉപദേശം ആവശ്യപ്പെടുന്നു. ഡോക്ടർ അഞ്ജലി സന്തോഷത്തോടെ സമ്മതിക്കുന്നു. പ്രാധാന്യമർഹിക്കുന്നതുമായ ചില വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സോപ്പ് അല്ലെങ്കിൽ ചാർക്കോൾ ആഷ് ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ കഴുകുക. നവജാത ശിശുക്കളെ കൈകാര്യം ചെയ്യുന്നതിനു മുൻപ് ചെറിയ കുട്ടികൾ ഇതുവരെ ഒരു ശക്തമായ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അതിനാൽ അവർക്ക് അണുബാധയ്ക്ക് സാധ്യതയുണ്ട്. എപ്പോഴൊക്കെയാണ് എന്റെ കുട്ടിയെ ഫീഡ് ചെയ്യേണ്ടത് എന്ന് അനിത ഡോക്ടറോട് ചോദിക്കുന്നു. ഓരോ 2-3 മണിക്കൂറുകളിലും നവജാത ശിശുവിന് ഫീഡ് ചെയ്യണം എന്ന് ഡോക്ടർ അനിതയോട് പറയുന്നു. കുഞ്ഞിന്റെ ആരോഗ്യത്തിൽ മുലയൂട്ടൽ പ്രധാനമുള്ളതാണ്. കുഞ്ഞിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനം. നിങ്ങൾ മുലയൂട്ടുന്നുവെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് 10 മുതൽ 15 മിനിറ്റ് വരെ മുലയൂട്ടൽ കൊടുക്കാവുന്നതാണ്. ഫോർമുല ഫീഡിംഗ്. അനിത ഡോക്ടറോട് ചോദിക്കുന്നു. ആ ലേഡി ഡോക്ടർ പറയുന്നത്, നിങ്ങൾക്ക് കുഞ്ഞിന് ഫോർമുല ഫീഡിംഗ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഉദാഹരണമായി പാലുൽപ്പന്നങ്ങൾ കൊടുക്കുക. ഇത് മിക്കവാറും 60 മുതൽ 90 ഗ്രാംസ് വരെ ഓരോ ഫീഡിംഗിലും എടുക്കണം. ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ എങ്ങനെ കുളിപ്പിക്കണം എന്നതിനെപ്പറ്റി ഡോക്ടറോട് അനിത ചോദിക്കുന്നു. ആദ്യത്തെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കുഞ്ഞിന് വളരെ നേരിയതായി കുളിപ്പിച്ചു കൊടുക്കണമെന്ന് ഡോക്ടർ വിശദീകരിക്കുന്നു. കുഞ്ഞിനെ സ്പോഞ്ച് ബാത്ത് മാത്രമാണ് നൽകേണ്ടത് എന്ന് അവർ പറയുന്നു. പൊക്കിൾക്കൊടി വീണാൽ, പരിച്ഛേദന സുഖപ്പെടുന്നു, നെഞ്ച് പൂർണ്ണമായും പുറത്തു വന്നാൽ, പ്രാഥമിക കാലം കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ ഒരു നേരിയ സോപ്പ് ഉപയോഗിച്ച് കുഞ്ഞിന് തുടച്ചാൽ മതിയെന്ന് ഡോക്ടർ വിശദീകരിക്കുന്നു. കുഞ്ഞിന്റെ ആദ്യത്തെ 1 വർഷം വരെ ഇത് തുടരാം. പലപ്പോഴും കുളിക്കുന്നത് ചർമ്മം വരണ്ടതാക്കുന്നു. കുഞ്ഞിന് കുറച്ച് റാഷസ് ഉണ്ടെന്ന് ഡോക്ടർ അഞ്ജലി ചൂണ്ടിക്കാണിക്കുന്നു. അനിത ഭയക്കുന്നു. അത്തരം റാഷസ് എങ്ങനെ പരിപാലിക്കണമെന്ന് ഡോക്ടറോട് ചോദിക്കുന്നു. നനഞ്ഞ ഡയപ്പറിന്റെ കാരണം ആണ് ഇത് എന്ന് ഡോക്ടർ വിശദീകരിക്കുന്നു. കുഞ്ഞിന്റെ ചലനത്തിനു ശേഷം എത്രയും വേഗം കുഞ്ഞിന്റെ തുണി ഡയപ്പർ മാറ്റണം. തണുത്ത വെള്ളം സോപ്പ് വെള്ളം കൊണ്ട് വൃത്തിയാക്കിയ ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചു. ഈർപ്പമില്ലാത്തത് കുറച്ച് ബേബി പൗഡർ നൽകണം. നിങ്ങൾ ക്ലോത്ത് ഡയപ്പറുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകുക. ഡെറ്റോൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒരു ദിവസത്തിൽ വല്ലപ്പോഴും കുഞ്ഞിന് ഡയപ്പർ ഇല്ലാതെ ഇരിക്കുന്നത് അനുവദിക്കുന്നത് നല്ലതാണ്. അനിത ഡോക്ടർ അഞ്ജലിക്ക് അവരുടെ ഉപദേശത്തിന് നന്ദി പറയുകയും അത് മനസ്സിൽ വയ്ക്കും എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. ലിങ്കിലുള്ള വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി, എംഎച്ച്ആർഡി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്നതിൽ ലഭ്യമാണ്.
ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് വിജി നായർ, ഡ്രോയിംഗ് ചെയ്തത് സൗരഭ് ഗാഡ്ഗിൽ. ഇത് വിജി നായർ. നന്ദി.